എല്ലാവർക്കും ബിജുസ് ബ്ലോഗ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കാളിപ്പാറയാണ്. നെയ്യാർ ഡാമിൻ്റെ നേരെ എതിർവശത്തുള്ള നെയ്യാർ ഡാം ഏറ്റവും ഭംഗിയായി ആസ്വദിക്കാൻ പറ്റുന്ന സ്പോട്ടാണ് കാളിപ്പാറ. നെയ്യാർ ഡാമിൽ ചെന്ന 2-3 വഴിയുണ്ട്. ഒന്ന് മായങ്കടവ് വഴി പോണ റോട്ടേ പോയാലും ഇവിടെ പോവാം. അമ്പൂരി പോണ റോട്ടേ പോയാലും അവിടെ നിന്ന് അങ്ങോട്ട് വലത്തോട്ട് കയറിയാൽ നമുക്ക് ഈ ക്ഷേത്രത്തിലെത്താൻ പറ്റും. ഒരു വലിയ പാറയാണ് താഴെ നമ്മൾ തുടങ്ങണതേ വഴിയെ ഒരു പാറയാണ് തുടങ്ങണത്. അത് സൈഡിൽ കമ്പിവേലിയൊക്കെ ഉണ്ട്, അതിൽ പിടിച്ച് കയറി പോകാനും പറ്റും. പിന്നെ അത് കഴിഞ്ഞങ്ങോട്ട് കുറച്ച് മുകളിലോട്ട് ചെന്നാൽ പിന്നെ ഈ കമ്പിയൊന്നുമില്ല. പിന്നെ കുറച്ച് ഭാഗത്ത് പടിയുണ്ട്. പിന്നെ വാട്ടർ അതോറിറ്റിയിൽ ഒരു വലിയ ടാങ്കും ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആ സ്റ്റെപ്പൊക്കെ കയറി അങ്ങ് വലത്തോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് നെയ്യാർ ഡാം ഏറെക്കുറെ കാണാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ വീണ്ടും മുകളിലോട്ട് പോകണം. നല്ല കാറ്റുള്ള സ്ഥലങ്ങളാണ്, അതിനെക്കൊണ്ട് സൂക്ഷിച്ചു വേണം പോവാൻ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിച്ചു വേണം കയറി പോവാൻ. ചെറിയ മഴയുണ്ടെങ്കിൽ പായലാണ്, അത് തെറ്റാൻ സാധ്യതയുണ്ട്. പിന്നെ അങ്ങോട്ട് കയറി പോകുമ്പോൾ തന്നെ ചെറിയ ഗണപതി വിഗ്രഹങ്ങളും പിന്നെ ഇവിടെ നിന്ന് ഇതാണ് ഒരു 18 പടിയുണ്ട്. 18 പടി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രവും കൂടെയാണ് ഉള്ളത്. അതുകൊണ്ടായിരിക്കാം ഈ 18 പടി ഇവിടെ കൊത്തി വെച്ചേക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ദൂരം കൂടെ കയറി പോകാനുണ്ട്. ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം തഴച്ച് തുടങ്ങും, കാര്യം അത്രയ്ക്ക് നമ്മൾ വിയർക്കും. അവിടെ നിന്നുള്ള നെയ്യാർ ഡാമിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രം തുറക്കൂല. ഞായറാഴ്ച ദിവസം, പിന്നെ പൗർണമി, നാഗരൂട്ട് ദിവസങ്ങൾ, 1-ാം തീയതി ദിവസം, പിന്നെ ഈ ശബരിമല സീസൺ, അങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഈ ക്ഷേത്രം തുറക്കുകയുള്ളൂ. ഈ മാസമായിരിക്കും അവിടെ പോകാൻ ഏറ്റവും നല്ല സമയം. കാര്യം വൃശ്ചിക മാസമാണ്, മഴയൊന്നുമില്ല, നല്ല മഞ്ഞും തണുപ്പും നല്ല കാറ്റും നല്ല കാലാവസ്ഥയാണ്. ഇപ്പോഴും പോകണമായിരിക്കും നല്ലത്. പിന്നെ നെയ്യാർ ഡാമിൻ്റെ ഫുൾ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ പോകണം. പിന്നെ ഈ മെയിൻ പാറയിലോട്ട് കയറുന്ന താഴെ സൈഡിലാണ് നമ്മളെ ചെരുപ്പെല്ലാം സൂക്ഷിക്കാനുള്ള സ്ഥലമുള്ളത്. അത് അവിടെ ഒരു അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു കമ്മിറ്റി ഓഫീസും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വേണം അങ്ങോട്ട് കയറാം. അവിടെ നമ്മൾ ചെരുപ്പ് സൂക്ഷിച്ചിട്ട് വേണം പോകാൻ. പിന്നെ അവിടെ മുതൽ അങ്ങോട്ട് 4 ചുറ്റും കമ്പി വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്, സുരക്ഷിതത്വമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കയറി വേണം മുകളിൽ പോകാൻ. മുകളിൽ പോയിട്ടുള്ള കാഴ്ചയാണ് ഏറ്റവും ഭംഗി ഇവിടെ നിന്നുള്ള. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ 4 ചുറ്റും നമുക്ക് നടന്ന് കാണാനും അത്രയും ഉള്ള കാഴ്ചയുണ്ട്. പിന്നെ നല്ല കാറ്റാണ്, അതൊന്ന് ശ്രദ്ധിച്ചോളണം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് കരുതിക്കൊള്ളണം. പിന്നെ കുരങ്ങുണ്ട്. ഈ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ കയ്യിൽ തന്നെ കരുതിക്കൊള്ളണം. എന്നാൽ ശരിക്ക് ആൾക്കാരും ഉണ്ട്. ഒരു 6 മണിയൊക്കെ ആകുമ്പം തിരിച്ചിറങ്ങി വരണമായിരിക്കും നല്ലത്. കരിഞ്ഞിട്ട് വരണ വഴിക്ക് വലിയ വെട്ടമൊന്നുമില്ല. പിന്നെ പാറയാണ്. നമ്മൾ ആദ്യമായിട്ടൊക്കെ പോണവർക്ക് വഴി അത്ര നിശ്ചയമായിരിക്കില്ല. അതിനെക്കൊണ്ട് ഇത്തിരി നേരത്തെ ഇറങ്ങി വരണമായിരിക്കും നല്ലത്. പാറയുടെ മണ്ടയിൽ ഒരു കുളവും ഈ 2 ക്ഷേത്രങ്ങളാണുള്ള. 2 ക്ഷേത്രത്തിൽ, ഒരു ക്ഷേത്രത്തിലാണ് അയ്യപ്പൻ, ഒരു ക്ഷേത്രത്തിൽ ഗണപതിയും മൂകാംബിക ദേവി. മെയിനായിട്ട് മൂകാംബിക ദേവിയാണ്. ഈ കാണുന്നതാണ് മൂകാംബിക ദേവിയുടെ ശ്രീകോവിൽ. ഇവിടെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നെയ്യാർ ഡാം കണ്ട്, ആ നെയ്യാർ ഡാമിൻ്റെ മെയിൻ സ്ഥലങ്ങളെല്ലാം ഇവിടെ നിന്ന് കണ്ട് ആസ്വദിക്കാം. എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഇരുന്ന് നമുക്ക് സമയം പോകണം അറിയില്ല. നമുക്ക് അങ്ങ് ഇരുന്ന് കണ്ട് ആസ്വദിച്ചിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. എല്ലാവരും ഇവിടെ വന്ന് കണ്ട് തന്നെ ഇത് ആസ്വദിക്കണം. അത്ര ഭംഗിയുള്ള സ്ഥലമാണ്. ഇനി നമുക്ക് ആ കാഴ്ചകളിലേക്ക്, മെയിനായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോവാം.
വേറെ മൂകാംബിക ക്ഷേത്രം 2 പ്രതിഷ്ഠയാണ്. മൂകാംബിക ക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് പ്രതിഷ്ഠ? 3 പ്രതിഷ്ഠ. എന്തൊക്കെയാണ്? 4 താഴെ അയ്യപ്പൻ, അവിടെ ദേവി, ഗണപതി. ഇവിടെ 2 പ്രതിഷ്ഠയാണ്. ഇവിടെ 3 പ്രതിഷ്ഠ, അവിടെ താഴെ വരണം 4 4. എല്ലാ ദിവസം പൂജ ഉള്ളതാണോ? ഞായറാഴ്ച, പിന്നെ പൗർണമി, പിന്നെ ആയില്യം.